ഈവനിങ് സ്നാക്കായിട്ട് കേക്കാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് റവ എടുത്തിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് പൊടിച്ചു കൊണ്ടുവന്നൊരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്കൊരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടാം. ബേക്കിംഗ് സോഡ ഞാൻ ഇടുന്നില്ലേ. ഈ ബേക്കിംഗ് പൗഡർ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ആ പൊടിയിൽ യോജിപ്പിക്കണം. അവിടെ ഇവിടെയും പിടിക്കാതെ, അല്ലെങ്കിൽ നമ്മളുടെ കേക്കിന് ശരിക്കൊന്നും അത് പൊന്തി വരില്ലേ. അപ്പോൾ അത് നന്നായി ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ചതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ പൊടി മാറ്റി വയ്ക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അപ്പോൾ കേക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഉപ്പിട്ടിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പൊടിച്ചു കൊണ്ടുവന്ന ജാറിലേക്ക് തന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ് വാനില എസൻസ് ചേർക്കാം. എസൻസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി അടിച്ച് പതപ്പിച്ചു കൊണ്ടുവരണം കേട്ടോ. ഈ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായി അടിച്ച് പതപ്പിച്ചു കൊണ്ടുവരണം. അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ്, എല്ലാം ഈ അളവ് ഗ്ലാസ്സാണ് കേട്ടോ. ഈ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് കറക്കി കൊണ്ടുവന്നത് ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടി ഇളക്കി യോജിപ്പിക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ കഴിയാനാണ് പോണത്. ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രമൊക്കെ ഒന്ന് തട്ടിയിട്ട് നമുക്ക്, ഞാൻ ആവിയിലാണ് വേവിക്കണം. അപ്പോൾ ഇതാണ് ഞാൻ ആക്കിയത്. 8 ഇഞ്ചിൻ്റെയാണ്. അതിപ്പോൾ ഏത് ഷേപ്പിലുള്ള പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അപ്പോൾ അതുള്ള കാരണം എടുക്കുന്നത് മാത്രം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് നമുക്കിപ്പോൾ ചായ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. കാണാൻ ഒരു ലുക്കില്ല എന്നുള്ളൂ, നല്ല കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി കേക്കാണ്. ഓക്കെ, സീ യു.